town, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Don't stop that thrill. My bones crave your skin. Temptation within. Mistakes ignite the silence. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. ഹലോ ഗൈസ്, വെൽക്കം ടു സ്ട്രീം വാർഗോഡ് വാർഫെയർ ലൈറ്റിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുകയാണ് 61 മെമ്പേഴ്സുമായിട്ട് കറൻ്റ്ലി. അപ്പം ഇറാങ്കലിലാണ് ഇന്നത്തെ വാർഗോഡ് വാർഫെയർ ലൈറ്റ് നടക്കാൻ പോകുന്നത്. നമ്മുടെ സ്ലോട്ട് നമ്പർ 5 ഒറാക്കിളിലെ മെമ്പേഴ്സാണ്. ഒറാക്കിളിലെ ജാസ് ഓപ്പി, ഒറാക്കിളിലെ എറിക് എന്നിവരാണ് സ്ലോട്ട് നമ്പർ 5 ടി ആർ ടീമിന് വേണ്ടി അവിടെ ടി ആർ മാഡ് മാക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് സ്ട്രാറ്റം അവിടെ കയറിയിട്ടുണ്ട്. ഫെയ്ത്തിലെ മെമ്പേഴ്സ്, ഫെയ്ത്ത് ആണ് ഡി കെ ഫെയ്ത്ത്, റോളക്സ്, അതേമാതിരി യുണീക്ക് ബിയർ, അതേമാതിരി തന്നെ നമ്മുടെ 6X പാപ്പോയ് എന്നിവരാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ S14 വേണ്ടി അവിടെ വെനം, ടാർഗോ, ബിലീവർ, ബ്ലോപ്പ് എന്നിവരെത്തിയിട്ടുണ്ട്. നമ്മുടെ ആഷസ് പ്രൊഫസർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചാറ്റ് സെക്ഷനിൽ ആഷസ് പ്രൊഫസർ പറയുന്നുണ്ട് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന്. ആഷസ് പ്രൊഫസർ സ്വാഗതം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ റെയ്ത്തിലെ മെമ്പേഴ്സ് റെയ്ത്ത് മാക്സ്, ഋഷവ്, അതേമാതിരി കോഡ് 8 ഷെയ്ഖ്, അതേമാതിരി റെയ്ത്ത് യാഷ് എന്നിവരാണ് റെയ്ത്ത് ടീമിന് വേണ്ടി ഇറങ്ങിയേക്കുന്നത്. F1 ടീമിന് വേണ്ടി അവിടെ മാഡ്മാൻ, സീറ്റൻ, ഡോറ എന്നിവർ ഇറങ്ങിയപ്പോൾ എക്സ്കൾസിന് വേണ്ടി അവിടെ സൽമാൻ, ആഷിഖ്, ഫ്രീക്ക്, ആക്പിക്, ക്രേസി എന്നിവരാണ് ഇറങ്ങിയേക്കുന്നത്. G10 ടീമിന് വേണ്ടി അവിടെ കോൾനി, ഡാർവിൻ, ഷെൽബി ആൻഡ് ഷസാം കയറിയപ്പോൾ 1X ടീമിന് വേണ്ടി ടോംബ്, യദു, അദ്വൈത് ആൻഡ് എഡ്ഗർ ആണ് കയറിയിരിക്കുന്നത്. ആർവിൽ ടീമിന് വേണ്ടി ഫ്രോസ്, ആസ്രിയൽ ആൻഡ് D12 വീക്സി. അതോടൊപ്പം തന്നെ ആർവിൽ കിഡോപ്പിയും ചേരുന്നു. SBA ടീമിന് വേണ്ടി SBA ബോസ്, SBA ഡ്യൂഡ് എന്നിവരവിടെ കയറിയിരുന്നത്. NOT ടീമിന് വേണ്ടി സ്റ്റെപ്പ്, കിക്ക്, പോയിസൺ എന്നിവരാണ് അവിടെ കയറി വന്നിരിക്കുന്നത്. കേരള ടീമിന് വേണ്ടി കേരള ലിക്വിഡ്, ജാഗോപ്പി, സ്കൈ റീപ്പർ ആൻഡ് കേരള സോണിക് എന്നിവരവിടെ കയറിയിട്ടുണ്ട്. ടീം ഒമേഗ ഫ്രം A ടീമിന് വേണ്ടി അവിടെ ഖസീഖ്, ഒമേഗ, അതേമാതിരി പിന്നെ 7 Pro എന്നിവർ കയറിയിട്ടുണ്ട്. ആഷസ് ടീമിന് വേണ്ടി XC, അതേമാതിരി മെട്രിക്സ് എന്നിവരാണ് കയറിയിരിക്കുന്നത്. LMX ടീമിന് വേണ്ടി അവിടെ സൈക്കോ, ബീറൂസ്, എഡ്ഗർ, ബെർലിൻ എന്നിവരെ അവിടെ കയറി വന്നിട്ടുണ്ട്. ബ്ലൈൻഡ് ടീമിന് വേണ്ടി DMC, ഡൂഡി ആൻഡ് ബ്ലൈൻഡ്, ഡെഡ് ഷോട്ട്, കൗബോയ് എന്നിവരാണ് ബ്ലൈൻഡ് ടീമിന് വേണ്ടി അവിടെ കയറിയിരിക്കുന്നത്. ലെക്സ് ടീമിന് വേണ്ടി എലക്സിൽ നിഞ്ചാവപ്പി, ARL, ലെക്സ്, ഹൂളിഗൻ, സ്നൈപ്സ് എന്നിവർ കയറിയപ്പോൾ വാർഗോഡ് ടീമിന് വേണ്ടി വാർഗോഡ്, സാംസൺ, ലെവൻഡർ, കിൽറൈറ്റ് ആൻഡ് മെർമനാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് എല്ലാവരും പട്ടക്ക് കയറി വന്നിട്ടുണ്ട്. 78 മെമ്പേഴ്സ് അവിടെ ഓൾറെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ പതുക്കെ കയറി വരുന്നു.
നമ്മൾ ലോബിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ മാച്ച് മെമ്പേഴ്സിനെ എല്ലാം നോക്കാം. വാർഗോഡ് വാർഫെയർ എലൈറ്റിൽ ഇന്നത്തെ അംഗം നടക്കുന്നത് നമ്മുടെ റാങ്കൽ മാപ്പിലാണ്. അപ്പോൾ സ്ലോട്ട് നമ്പർ 4 ഹാവക്കിലെ മെമ്പേഴ്സ് ഒറാക്കിൾ, TR, DK, അതേമാതിരി SN4, റെയ്ത്ത്, F1, എക്സ്കൾസ്, G10, 1X, അതേമാതിരി തന്നെ RVL മെമ്പേഴ്സ്, SBA ടീം, NOT ടീം, കേരള ടീം, AE ടീം, അത് ASS മെമ്പേഴ്സ്, LMX ടീം, ബ്ലൈൻഡ് മെമ്പേഴ്സ്, LX ആൻഡ് വാർഗോഡ് ടീം എന്നിവരാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 78 മെമ്പേഴ്സ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. 78 മെമ്പേഴ്സിനെ നമുക്ക് അവിടെ ഓടി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫുൾ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. നമ്മുടെ മാപ്പ് ചെറിയ സ്റ്റക്കുണ്ടോ? അതോ ലോബിയിൽ ഇത്രയും പേര് നിൽക്കുന്നതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ മിലിറ്ററി ബേസിന് നോറപ്പോയിലും ഇടയിലൂടെ മിൽട്ടാ പവറിനൊക്കെ മുകളിലായിട്ട് മിൽടെക്കും സ്കൂളിനും ഒക്കെ മുകളിലൂടെ ആയി ഷൂട്ടിംഗ് റേഞ്ച് സാർക്ക് റീജിയനിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എന്താകും സ്ഥിതി എന്നൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എംപറർ ഗെയിമിംഗ് വൈപ്പർ സർ എന്നെ മോഡാക്കൂ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ബ്രോ, നിന്നെ മോഡാക്കാമല്ലോ, തീർച്ചയായിട്ടും മോഡാക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മാച്ച് അവിടെ നടന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. കേരള ടീം അവിടെ മിൽട്ട ഏരിയയിൽ ഓൾറെഡി താണിട്ടുണ്ട്. LMX അവിടെ മിൽട്ട പവറിലെത്തിയിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ ലിപ്പൊക്കെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഗോഡ് ടീം അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. LX ടീം അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് എല്ലാം പതുക്കെ അവിടെ ചാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം പോച്ചിങ്കി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ടീം SBA ആൻഡ് അതോടൊപ്പം തന്നെ ഒരു ടീം കൂടെ പോച്ചിങ്കി റീജിയനിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ബ്ലൈൻഡ് മെമ്പേഴ്സ് അവിടെ പാരച്യൂട്ടിൽ ലിപ്പോക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. LMX മെമ്പേഴ്സ് ഓൾറെഡി ലിപ്പോക്കയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തട്ടി തുടങ്ങി. എയിലെ ഒമേഗയുടെ അടുത്ത് നോക്കാം. ടീം നമ്പർ 15 അടുത്ത് കാണുന്നുണ്ട്. ടീം നമ്പർ 15 RVLലെ മെമ്പേഴ്സ് പോസ്റ്റൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ടീം ഹസീക്ക് എയിലെ ഒമേഗ എല്ലാം അവിടെ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. RVL മെമ്പേഴ്സ് ആൻഡ് തമ്മിലുള്ള ഫൈറ്റ് ആദ്യം തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ RVL മെമ്പേഴ്സ് അവിടെ തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ ടീമിൻ്റെ കാണാൻ സാധിക്കുന്നത്. എയിൽ 2 മെമ്പേഴ്സാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. റെയ്ത്ത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. റെയ്ത്തിനൊക്കെ കാണിക്കാം ബ്രോ. ജസ്റ്റ് 1 സെക്കൻഡ്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ആൻഡ് ഒറാക്കിൾ ലിപ്പോക്ക ഏരിയയിൽ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലിപ്പോക്ക ഏരിയയിൽ 2 മെമ്പേഴ്സും ഉണ്ട്. ഒറാക്കിളിലെ ബ്ലൈൻഡ് ഡൂടി ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. ഒറാക്കിൾ മെമ്പേഴ്സ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ആ വെയർ ഹൗസിൽ നിൽക്കുന്നേ ഉള്ളൂ. ബാക്കി ഒറാക്കിളിലെ ലോവം മാത്രമേ ഉള്ളൂ ഇച്ചിരി ദൂരെയായിട്ട് നിൽക്കുന്നത്. ബ്ലൈൻഡിലെ DMC ആണെന്ന് തോന്നുന്നു. ബ്ലൈൻഡ് DMC കൗബോയ് എന്നിവരവിടെ ലൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് നമ്മുടെ ഡെഡ് ഷോട്ട് ലൂട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഒറാക്കിൾ മെമ്പേഴ്സ് പതുക്കെ എത്തിക്കൊണ്ട് വാർഗോഡ് മെമ്പേഴ്സ് ആൻഡ് റെയ്ത്ത് തമ്മിലുള്ള അട്ടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. വാർഗോഡ് ഈ പ്രാവശ്യം പതിലും വിപരീതമായിട്ട് ഒരു ദൂരെ നമ്മുടെ യസ്നപ്പോവ റീജിയനിലാണ് നിൽക്കുന്നത്. വാർഗോഡിൽ യാഷിൻ്റെ അടുത്തേക്ക് മെർമൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. യാഷിനെ പുറകെ തുരുത്തിക്കൊണ്ടിരിക്കുകയെന്ന് യാഷ് ആൻഡ് മെർമൻ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഏത് നിമിഷവും നടക്കാം. മെർമൻ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തേ ഉള്ളൂ. വാർഗോഡിലെ യാഷിനെ നോക്കാം. യാഷ് ഇപ്പോഴും അവിടെ തൊട്ടപ്പുറത്ത് TPP എടുത്ത് നിൽക്കുകയാണ് മെർമൻ്റെ അടുത്തായിട്ട്. അപ്പോൾ കിൽറായിട്ട് അവിടെ കയറി വരുന്നുണ്ട് സപ്പോർട്ടിന്. അപ്പോൾ യാഷ് അവിടെ VSS വെച്ച് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. VSS വെച്ച് മെർമനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് യാഷ് അവിടെ താഴേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെർമൻ എന്തായാലും അവിടെ ഡൗൺ ആയിട്ടുണ്ട്. കിൽറൈറ്റ് അവിടെ നമ്മുടെ മെർമനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറാക്കിൾ ലോബോ അവിടെ ബ്ലൈൻഡിലെ കൗബോയിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ 1Xമായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എക്സ്കൾസിലെ മെമ്പേഴ്സ് എല്ലാം വേണം. 1Xൻ്റെ ടീം മെമ്പേഴ്സും എല്ലാം വേണം. ബ്ലൈൻഡ് മെമ്പേഴ്സ് ആൻഡ് ഒറാക്കിളിൻ്റെ ഫൈറ്റ് അവിടെ ഫിനിഷ് ആവാറായെന്ന് തോന്നുന്നു. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ ഓൾറെഡി ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഒറാക്കിളിലെ ജാസ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ജാസ് അവിടെ റെക്സ് അവിടെ ഡൗൺ ആണ്. എറിക്ക് അവിടെ നിൽക്കുന്നു. എറിക്കിൻ്റെ അടുത്തേക്കൊക്കെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. അപ്പം ഒറാക്കിൾ മെമ്പേഴ്സ് അവിടെ ഒറാക്കിൾ എറിക്കിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എറിക്കിൻ്റെ ആകെ ഉള്ളത് ഒരു ഷോട്ട് ഗണ്ണാണ്. ഒറാക്കിൾ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലൈൻഡ് ടീമുമായിട്ട്. ബ്ലൈൻഡിലെ ഡെഡ് ഷോട്ട് ഒറാക്കിൾ ജാസ് ഒപ്പിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എറിക്ക് മാത്രം ശേഷിക്കുന്നത്. എറിക്ക് അവിടുന്ന് പിൻവലിയാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എറിക്ക് അവിടുന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ഡൂഡ് ചെയ്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ബ്ലൈൻഡ് DMC പുറകെ പോകുന്നുണ്ട്. ഒറാക്കിൾ റെക്സിനെ റിവൈവ് ചെയ്യാൻ പോകുന്ന എറിക്കിൻ്റെ അടുത്തേക്ക് ബ്ലൈൻഡ് DMC കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ദൂരെ നിന്നുള്ള ഫയറിങ് എന്തായെന്ന് അറിയത്തില്ല. ഒറാക്കിൾ അവിടെ ദൂരെ നിന്ന് എറിക്ക് അവിടെ ഫയർ എടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഒറാക്കിൾ റെക്സിനെ അവിടെ ഫിനിഷ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ബ്ലൈൻഡ് DMC ഇത് കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ബ്ലൈൻഡ് DMC കയറി ചെല്ലുന്നുണ്ട്. ഒറാക്കിൾ എറിക്കിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒറാക്കിൾ എറിക്കിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറാക്കിൾ മെമ്പേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്തേക്കുന്നതായിട്ട് കാണുന്നു. നമ്മുടെ ആഷസ് ടീമിൻ്റെ അടുത്തേക്ക് 3 പ്രോ ടീംസ് എല്ലാം ഒരിടത്താണ്. റെയ്ത്തിലെ മെമ്പേഴ്സ്, ആഷസ് മെമ്പേഴ്സ് ആൻഡ് വാർഗോഡ് ടീം മെമ്പേഴ്സ് എല്ലാവരും ഇതേ വാർഗോഡ് 1Xൻ്റെ ഒക്കെ ഏരിയയിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ യസ്നപ്പോവ ഫേവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ യസ്നപ്പോവ ഏരിയയിൽ നമ്മുടെ മെയിൻ പ്ലെയേഴ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വാർഗോഡ് ടീമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. എക്സ്കൾസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആഷസ് ടീമിനെ കാണുന്നുണ്ട്. എയിലെ മെമ്പേഴ്സ് A7 Pro ഒക്കെ അവിടെ ഒരു
റിസൺ ഏരിയയിൽ അവിടെ ഡൗൺ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഈ മെമ്പേഴ്സിനെ നോക്കാൻ നമ്മുടെ RVLൻ്റെ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. A7 Pro അവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. RVL ലാസ്റ്റ് റിയലിനെ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. RVL ഫ്രോസ്റ്റ് ആൻഡ് D12XC അവിടെ നിൽക്കുന്നുള്ളൂ. അവരെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പാച്ചി ഒരു വേറൊരു ലൊക്കേഷനിലാണ്. പാച്ചി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നു. മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള RVL ഫ്രോസ്റ്റിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഫ്രോസ്റ്റ് അവിടെ ഓപ്പണിൽ നിൽക്കുകയാണ്. എന്തായാലും അകത്തേക്ക് നേടുകളും കാര്യങ്ങളൊക്കെ ഖസിക്കൊക്കെ എറിയുന്നുണ്ട്. മെമ്പേഴ്സ് അവിടെ മനോഹരമായിട്ട് തന്നെ ഫയറിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീം SBയുടെ അടുത്തേക്ക് പോകാം. ടീം SBA ആൻഡ് F1 ടീം തമ്മിലുള്ള ഫൈറ്റ് പോച്ചിങ് ഏരിയയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. F1ലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് കട്ടയ്ക്ക് നിൽക്കുകയാണ്. SBA ആൻഡ് F1 മെമ്പേഴ്സ് ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ട് നിൽക്കുന്നു. FBA മാഡ്മാൻ, അതേമാതിരി തന്നെ ഡോറ, ബെയിൻ, അവിടെ ഹിറ്റ്സ് ആൻഡ് C10 എന്നിവരാണ് ടീം F1ന് വേണ്ടി അവിടെ നിൽക്കുന്നത്. SBAക്ക് വേണ്ടി AKM ബോസ്, ഡ്യൂഡ് ആൻഡ് OMR അവിടെ നിൽക്കുമ്പോൾ മാഡ്മാൻ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂഡ് അവിടെ നേടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കട്ടയ്ക്ക് പ്ലേ. അപ്പോൾ SN4ൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ SN4ൻ്റെ അടുത്ത് ടീം ഹാവക്ക് ഉണ്ട്. ഹാവക്ക്, കേരള കിങ് ഒക്കെ അവിടെ SN4ൻ്റെ അടുത്ത് നമ്മുടെ എവിടാണിത്? ഓക്കെ, ഹോസ്പിറ്റൽ റീജിയനിൽ ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ SN4 അവിടെ സിറ്റി ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. SN4ലെ മെമ്പേഴ്സ് അവിടെ സിറ്റിയെല്ലാം ലൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് എന്ന് പറയാൻ കിട്ടാത്തതൊന്നും. അപ്പോൾ G10ൻ്റെ അടുത്ത് TRലെ മെമ്പേഴ്സ് ഉണ്ട്. TR ആൻഡ് G10 അടുത്തടുത്തായിട്ടുണ്ട്. തൊട്ടടുത്ത് നമുക്ക് വീണ്ടും യെസ്ന പവർ റീജിയനിലേക്ക് പോകാം. എപ്പോഴാണ് അട്ടിപ്പൊട്ടി പുറപ്പെടുക എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വാർഗോഡ് മെമ്പേഴ്സ് ഇവിടെ ഓടി നടക്കുന്നുണ്ട്. വാർഗോഡ് ലാവൻഡറിനെ ആദ്യം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വൺഎക്സിലെ മെമ്പേഴ്സിനെ നോക്കുന്നത്. 1X അവിടുന്ന് വണ്ടി എടുത്ത് മാറുന്നുണ്ട്. യെസ്നപ്പോവയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. 1Xലെ മെമ്പേഴ്സ് അവിടുന്ന് ആദ്യം തന്നെ ഇത്തരം ടീംസിനെയൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു 1X മെമ്പേഴ്സ് അവിടുന്ന് വണ്ടി എടുത്ത് മാറ്റി. A7 Pro RVL ഫോഴ്സിനെ ഡൗൺ ചെയ്യുന്നു. RVL ടീം മെമ്പേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. മെമ്പേഴ്സ് D12 വീക്സിനെ ഡൗൺ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ടീം മെമ്പേഴ്സ് RVL മെമ്പേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് വൈപ്പ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അപ്പം റെയ്ത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. റെയ്ത്തിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. റെയ്ത്തിനെ നോക്കട്ടെ. റെയ്ത്ത് എല്ലാം ഫിനിഷ് ആയെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓവറോൾ ഇല്ലല്ലോ. റെയ്ത്തിലെ യാഷ് ആൻഡ് റെയ്ത്ത് മാക്സ് ഉണ്ട്. രണ്ടുപേരും അവിടുന്ന് വണ്ടി എടുത്ത് മാറി. റെയ്ത്ത് മെമ്പേഴ്സ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. സ്കൂൾ അടുത്തായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഏരിയയിലൊക്കെ എടുത്തിട്ടുണ്ട് റെയ്ത്തിലെ മെമ്പേഴ്സ് യാഷ് ആൻഡ് മാക്സ്. അപ്പോൾ തൊട്ട് ഫോർ തന്നെ LXലെ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രൗണ്ട് എടുത്ത് കൊടുക്കട്ടെ. LXലെ ഹൂളിഗൻ ആൻഡ് നിഞ്ചാനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാം തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ ഇനി സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. മാപ്പിൽ എല്ലാവർക്കും സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. LMX ടീം മെമ്പേഴ്സ് അതുപോലെ കേരള ടീമിൻ്റെ അടുത്തേക്ക് ക്ലോസിൻ ആയിക്കൊണ്ടിരിക്കുന്നു. ടീം SBA അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. SBAയുടെ അടുത്തേക്ക് പോകാൻ നമുക്ക് പോച്ചിങ് ഏരിയയിലാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം SBA ആയിട്ടുള്ള കട്ട ഫൈറ്റ് അവിടെ നടക്കുന്നു. ബെയിൻ അവിടെ ഡൗൺ ആണ്. SBA ടോമറൊക്കെ അവിടെ ഡൗൺ ഉണ്ട്. F1ലെ മാഡ്മാൻ അവിടെ ഇപ്പോഴും നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുക. മാഡ്മാൻ അവിടെ കട്ടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. F1ലെ നമ്മുടെ SBAയിലെ ഡ്യൂഡിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SBA മാഡ്മാൻ്റെ അടുത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി മെമ്പേഴ്സ് അവിടെ പതുക്കെ ഓപ്പൺ ചെയ്ത് SBA AKMനെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. AKM നമ്മുടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ SBA മെമ്പേഴ്സിന് ഓരോന്നായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. SBA SOS അവിടെ ഫയർ കൊടുത്ത് മാഡ്മാനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീം SBA അവിടെ ടീം F1നെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി AKM OMR ഓൾറെഡി ഡൗൺ ആയിരുന്നു. നമ്മുടെ ബോസ് എന്തായാലും ക്ലച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിൻസു കാഞ്ഞിരപ്പള്ളി വെൽക്കം ടു സ്ട്രീം. റിൻസു എത്തിയിരിക്കുകയാണ്. നമുക്ക് സപ്പോർട്ടുമായിട്ട് റിൻസുവിനെ സ്വാഗതം ചെയ്യാം നമുക്ക് സ്ട്രീമിലേക്ക്. OMRനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീം SBA. അപ്പോൾ എക്സ്കൾസിലെ മെമ്പേഴ്സ് വാർഗോഡുമായിട്ട് ഫൈറ്റ് എടുക്കുന്നു. എക്സ്കൾസ് ആൻഡ് വാർഗോഡിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. മെർമൻ അവിടെ ഓടി ചെല്ലുന്നുണ്ട്. കിൽ റൈറ്റ്സ് ആയിട്ടാണ് സാംസൺ അവിടെ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. സാംസൻ്റെ അടുത്തേക്ക് എക്സ്കൾസിലെ മെമ്പേഴ്സ് പതുക്കെ നേടുകളും കാര്യങ്ങളും വന്ന് സാംസൺ അവിടെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. സാംസൻ്റെ അവിടെ കിൽ കൺഫേം ആയിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് മനോഹരമായിട്ട് ആഷിക്ക് അവിടെ നിൽപ്പുണ്ട്. മെർമൻ തൊട്ട് ബാക്കിലായിട്ട് നിൽപ്പുണ്ട്. മെർമൻ അവിടെ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിൽ റൈറ്റ് ഇതുവഴി ഓടി വരുന്നതെന്ന് അറിയത്തില്ല. കിൽ റൈറ്റിനെ കാണുന്ന പോലുമില്ല. എവിടെ കിൽ റൈറ്റ്? അപ്പോൾ ബ്ലൈൻഡിലെ ക്രേസി 1Xലെ മെമ്പേഴ്സിനെ അടിക്കുന്നുണ്ട്. മാർഗോഡ് മെർമൻ്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെമ്പേഴ്സ് കിൽ റൈറ്റ് തൊട്ടടുത്ത് തന്നെ കാണുന്നു. ഓക്കെ, തൊട്ടടുത്തുണ്ട്. എക്സ്കൾ APK ക്രേസി അവിടെ പതുക്കെ കയറി വരാനാണ്. ഫ്രീക്കൊക്കെ അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ മെർമനെ ഒന്ന് സ്പോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കിൽ റൈറ്റിൻ്റെ അടുത്തേക്ക് പതുക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എക്സ്കൾസിലെ മെമ്പേഴ്സ് എക്സ്കൾത്തെ ആഷിഖ് സൽമാൻ ഫ്രീക്ക് അവിടെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. വാർഗോഡ് ടീമിനോട് കട്ട അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വാർഗോഡിലെ 2 മെമ്പേഴ്സ് ഓൾറെഡി ഡൗൺ ആണ്. ലെവൻഡർ ആൻഡ് സാംസൺ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മെർമൻ നൈസായിട്ട് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ്
ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് അടിക്കുന്നുണ്ട്. ബ്ലൈൻഡ് മെമ്പേഴ്സ് ആൻഡ് 1x തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ഡൂഡിയൊക്കെ അവിടെ ഒരു 1xലെ മെമ്പേഴ്സിനെ അടിക്കുന്നുണ്ടായിരുന്നു. 1xൻ്റെ ബാക്കി പ്ലേയേഴ്സുമായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡൂഡി അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 1xനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ കിൽ റൈറ്റിനെ അവിടെ നേരിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിൽ റൈറ്റ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഇനി മെർമൻ മാത്രം ശേഷിക്കുന്നു. മെർമൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്നറിയത്തില്ല. എക്സ്കൾ ഫ്രീക്ക് അവിടെ വാർഗോഡ് കിൽ റൈറ്റിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് ഫ്രീക്കി പ്ലെയേഴ്സ്. അപ്പോൾ ആഷസ് മെമ്പേഴ്സ് തൊട്ട് ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആഷസ് മെമ്പേഴ്സ് തൊട്ട് ബാക്കിൽ നിന്ന് തേർഡ് പാർട്ടി അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാർഗോഡിലെ മെർമൻ ഇവിടെ റേത്തിന് സപ്പോർട്ട് PBC ഉണ്ടോ? ഇല്ല ബ്രോ, ആദിത്യ PBC ഇതിനകത്തിലില്ല. അപ്പോൾ PBCക്ക് സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടിരുന്ന ആദിത്യൻ. അപ്പം ശ്രീകുമാർ പായ് ജി ഹായ്, വെൽക്കം ടു ദി സ്ട്രീം. അതേമാതിരി റേത്ത് വിജാസ് വെൽക്കം ടു ദി സ്ട്രീം. അപ്പോൾ ആഷസ് മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തിട്ടുണ്ട്. എക്സ്കൾസിലെ ആഷിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. DC അവിടെ എത്തിയിട്ടുണ്ട്. റേത്ത് പവർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റേത്തിലെ 2 മെമ്പേഴ്സ് മാത്രമാണ് ശേഷിക്കുന്നത്. റേസിൽ 2 മെമ്പേഴ്സും യസ്ന പോയെന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ LX ടീം അവിടെ എത്തിയിട്ടുണ്ട്. LX ടീമുമായിട്ടുള്ള ഒരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റേത്ത് മെമ്പേഴ്സിനെ നമുക്ക് നോക്കാം. റേത്തുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടന്നു. റേത്ത് യാഷ് അവിടെ ഓടി എത്തുന്നുണ്ട്. റേത്തിലെ മാക്സ് അവിടെ ഓടിയുണ്ട്. LX അവിടെ ഓടി കിടപ്പുണ്ട്. ഹൂളിഗൻ അവിടെ നിൽപ്പുണ്ട്. ഹൂളിഗൻ അവിടെ പതുക്കെ മാക്സിൻ്റെ അടുത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. റേത്ത് സ്നൈപ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. യാഷ് അവിടെ ഓടി നടക്കുന്നു. LX ടീമിൻ്റെ ഫൈറ്റ് നടക്കുകയാണ് റേത്ത് ടീമുമായിട്ട്. അപ്പോൾ LX ഹൂളിഗൻ അവിടെ വണ്ടി എടുത്ത് മാറുന്നുണ്ട്. എന്താണ് സീൻ എന്ന് അറിയത്തില്ല. ദൂരെ പോയി ബാക്കിലെത്താനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. LX ഹൂളിഗനെ നോക്കാം. നമുക്ക് ഹൂളിഗനിലേക്ക് പോകാം. ഹൂളിഗൻ അവിടെ വണ്ടി എടുത്ത് ലോങ് റൊട്ടേഷൻ എടുക്കാനുള്ള ശ്രമത്തിലാണ്. വളരെയേറെ ദൂരെ പോകുന്നുണ്ട് ഹൂളിഗൻ. നല്ല അടിപൊളി ലോങ് റൊട്ടേഷനാണ് ഹൂളിഗൻ്റെ ഒരു ശ്രമം. എന്തായാലും ദൂരെ നിന്ന് അടിക്കാനുള്ള ശ്രമത്തിലാണ് തോന്നുന്നത്. ദൂരെ നിന്ന് 6x ഒക്കെ വെച്ച് അടിക്കാനുള്ള ശ്രമത്തിലാണ്. M4 വെച്ച് 6xൻ്റെ സ്പ്രേ കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ റേറ്റിലെ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹൂളിഗൻ്റെ നല്ലൊരു 100 IQ മൂവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റേറ്റിലെ യാഷൊക്കെ അവിടെ പതുക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വണ്ടി എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് LXലെ മെമ്പേഴ്സ് അവിടെ വണ്ടി എടുത്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. LXലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് റേറ്റ് ക്ലോസിങ് ചെയ്തിട്ടുണ്ട്. റേറ്റിലെ യാഷ് മാസം സ്ട്രേജിങ് യാഷ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും LX ടീം മെമ്പേഴ്സ് റേറ്റിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റീജിയണൽ ഇൻഡിക്കേറ്റർ ഇതെന്താണോ സംഭവം? അശ്വിൻ സി, ഇതെന്താണ് സംഭവം? റീജിയണൽ ഇൻഡിക്കേറ്റർ സ്പാമാണോ? അപ്പോൾ ഹൂളിഗൻ വെട്ടിവെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട്. ആഷസ് വേഴ്സസ് എക്സിയുടെ ഫൈറ്റ് എങ്ങനെയായെന്ന് നോക്കാം. എക്സ്കൾസിൻ്റെ ഫൈറ്റ്. ആഷസിലെ മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. തൊട്ടടുത്ത് എക്സ്കൾസിലെ മെമ്പേഴ്സ് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടുപേരും ഫൈറ്റ് വേണ്ടാന്ന് വെച്ച് പിന്നോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ സോൺ ചുരുങ്ങിയപ്പോൾ LX ടീമിൻ്റെ അടുത്തേക്ക് ടീം നമ്പർ ബ്ലൈൻഡ് കയറി വരുന്നുണ്ട്. ബ്ലൈൻഡിലെ 3 മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് LX ടീമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഡെഡ് ഷോട്ടൊക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ എയിലെ മെമ്പേഴ്സിനെതിരെയാണെന്ന് തോന്നുന്നു. 6 7 Pro എല്ലാം അവിടെ നിൽക്കുന്നുള്ളൂ. അവരുടെ അടുത്തേക്ക് ഫയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് 3 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെ ഹോൾഡ് ചെയ്തിരുന്ന മെമ്പേഴ്സ് ഖസിക്കിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ട് ഖസിക്കിനെതിരെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖസിക്കിനെ അവിടെ നല്ല ഡാമേജ് കൊടുത്ത് ഖസിക്കിനെ സ്പോട്ട് ചെയ്ത് ഡെഡ് ഷോട്ട് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു നോക്ക് കിട്ടിയ പാടെ ബ്ലൈൻഡ് ടീം അവിടെ പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ബ്ലൈൻഡ് ടീം അവിടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രേസി അവിടെ നിന്ന് നല്ല റൊട്ടേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ടീം മെമ്പേഴ്സ് തിരിച്ച് ഡൗൺ ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ അവിടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെമ്പേഴ്സ് അവിടെ പതുക്കെ ഒമേഗയൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. ഓപ്പണിൽ അവിടെ പെട്ടിരിക്കുകയാണ്. വണ്ടി അവിടെ ഓപ്പണിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പണിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖസിക്കൊക്കെ അവിടെ റിവൈവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓൾറെഡി പാച്ചി അവിടെ ചെന്നിട്ടുണ്ട്. ഒമേഗയൊക്കെ അവിടെ ചെന്നിട്ടുണ്ട്. സ്മോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കയറി ചെല്ലാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു ആശാൻ. എന്തായാലും അപ്പം നമുക്ക് ഇവരുടെ പതുക്കെയുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ സ്മോക്കുകൾ എറിഞ്ഞ് മനോഹരമായിട്ട് തന്നെ ഒരു നല്ല വലയങ്ങൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലൈൻഡിലെ ഡെഡ് ഷോട്ട്. ബ്ലൈൻഡ് ടീമിൻ്റെ മൂവ് നോക്കാം. G10 ഡാർവിൻ TR മാഡ്മാക്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ഡെഡ് ഷോട്ട് അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പം നീഡുകളൊക്കെ എറിഞ്ഞ് അവിടെ ഓപ്പണിൽ കയറി നോക്കി നിന്ന് എറിയാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അകത്തേക്ക് ഒരു നീഡ്, മനോഹരമായ നീഡൊക്കെ അവിടെ ഖസിക്കിട്ടിട്ടുണ്ട്. ഖസിക്കിൻ്റെ അടുത്ത് പൊട്ടിയെങ്കിലും പക്ഷേ ഡാമേജും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നല്ല സ്മോക്കിൻ്റെ നല്ല വളയങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. G10 കോളനി അവിടെ TR മാഡ്മാക്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത വീട് ടീം ഖസിക്കിനെയൊക്കെ നോക്കാം. ഖസിക്ക് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ള നമ്മുടെ കൗബോയിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. കൗബോയുടെ അടുത്തേക്ക് കയറി നിൽക്കുകയാണെന്ന് തോന്നുന്നു.
കൗബോയിനെയൊക്കെ സ്പോട്ട് ചെയ്തു. ഒമേഗ അവിടെ ഇപ്പോഴും ഓടി നടക്കുന്നേ ഉള്ളൂ. ബ്ലൈൻഡിൽ OMC ആൻഡ് ഡാഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ബ്ലൈൻഡ് ഹെഡ് ഷോട്ട് ടീം ഈ പാച്ചിനെ അവിടെ നേട് കൊണ്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. പാച്ചി അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. തൊട്ട് പാച്ചിയുടെ അടുത്തേക്ക് നമ്മുടെ ഡെഡ് ഷോട്ട് കയറുമെന്ന് തോന്നുന്നു. അടുത്ത രണ്ടാമത്തെ നോക്കാണ് കിട്ടിയത്. രണ്ടാമത്തെ നോക്ക് കിട്ടിയതിന് ശേഷം അവിടെ കയറി തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലൈൻഡ് OMC. ഒമേഗാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒമേഗ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ പാച്ചിയുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. പാച്ചിനെ അവിടെ കില്ല് കൺഫേം ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ഈ ഹസിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത എയിലെ 7 Pro മാത്രം 7 Proയുടെ അടുത്തേക്ക് എല്ലാവരും കൂടെ കയറി ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 7 Pro അവിടെ ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുമോ? ഈ 7 Pro അവിടെ ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ 7 Proനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. വാർഗോഡിൻ്റെ പിള്ളേരും വാർഗോഡിൻ്റെ മെർമൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വാർഗോഡ് മെർമൻ അവിടെ സോണിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത് തൽക്കാലത്തേക്ക്. അപ്പം നമ്മുടെ ആഷസ് മെമ്പേഴ്സ് പതുക്കെ പുറകെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ഇനി നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് ടീം മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതുണ്ട്. ഈ ആഷസ് മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആഷസ് മെമ്പേഴ്സ് പതുക്കെ ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർഗോഡ് മെർമൻ്റെ അടുത്തേക്ക്. എക്സ്കൾസിലെ മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതുണ്ട്. ആഷസ് മെമ്പേഴ്സിന് നോക്കാം. ആഷസ് അവിടെ വണ്ടി എടുത്ത് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ആഷസ് മെമ്പേഴ്സ് അവിടെ കാണുന്നുണ്ടോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും വാർഗോഡ് മെർമൻ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടെന്ന് അവിടെ കിടപ്പുണ്ട്. വാർഗോഡ് മെർമൻ തൊട്ടടുത്തൂടെ ആഷസ് ക്യാപ്റ്റൻ പോകുന്നുണ്ട്. ആഷസ് ക്യാപ്റ്റനെ ഇത് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ആഷസ് ഒക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. വാർഗോഡ് മെർമനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും അവരെല്ലാം അവിടെ നിന്ന് പോയിട്ടുണ്ട്. ആഷസ് ക്യാപ്റ്റൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻ ഇതെല്ലാം സ്പോട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു തോന്നുന്നു. എന്തായാലും ക്യാപ്റ്റൻ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആഷസ് ക്യാപ്റ്റൻ അവിടെ എന്തായാലും കണ്ടിട്ടില്ല. അപ്പോൾ വാർഗോഡ് മെർമൻ അവിടെ ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സോണിൻ്റെ ഡാമേജ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോണിൻ്റെ വെളിയിലേക്കാണെന്ന് തോന്നുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന മെർമൻ ഒറ്റയ്ക്കുള്ള ഓട്ടം. അപ്പോൾ ഇനി ഫൈറ്റുകളൊന്നും അങ്ങനെ നടക്കുന്നില്ല. കേരള ടീം അവിടെ സോൺ ഓഫ് ദ സെൻറ്ററിൽ പോയിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ റോളക്സ് DX ടീം മെമ്പേഴ്സ് അവിടെ ക്വാറി റീജിയനിൽ നിൽക്കുന്നു. അപ്പോൾ ടീം SBA ടീം മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. NOT ടീം മെമ്പേഴ്സ് അവിടെ കോച്ചിങ് ഏരിയയിൽ. NOT പോയിസൺ എന്ത് പറ്റി, നെറ്റ് പോയതാണോ അറിയത്തില്ല. NOT പോയിസണൊക്കെ വണ്ടി എടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ കോച്ചിങ് ഏരിയയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആഷസ് മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ആഷസ് മെട്രിക്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ NOTയിലെ മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. NOTയുടെ അടുത്തേക്ക് നമ്മുടെ ആഷസ് മെട്രിക്സ് എത്തിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ആഷസ് ക്യാപ്റ്റനും അവിടെ എത്തുന്നതായിരിക്കും. ആഷസ് ക്യാപ്റ്റനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ എടുത്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷസ് പോയിസൺ അവിടെ XC എത്തുന്നുണ്ടായിരുന്നു. XC അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ആഷസ് ക്യാപ്റ്റൻ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. ആഷസിന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ NOT പോയിസൺ അവിടെ കില്ല് കൊണ്ടുപോയിട്ടുണ്ട്. ആഷസ് NOT കിക്കൊക്കെ അവിടെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. NOT സ്റ്റാഫൊക്കെ തിരിച്ചവിടെ പോച്ചിങ്ങിൽ തന്നെ എത്തിയിട്ടുണ്ട്. NOT പോയിസൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന NOTയിലെ മെമ്പേഴ്സ്. NOT പോയിസനെ നോക്കാം. NOT പോയിസൺ അവിടെ അടുത്തേക്ക് ആഷസ് XCനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മെട്രിക്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്ന SCയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ആഷസ് മെമ്പേഴ്സിനെ ഓരോന്നോരോന്നായിട്ട് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഷസ് മെട്രിക്സ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അതൊക്കെ NOT പോയിസൺ പോകുമോ, സ്റ്റഫാണോ എന്ന് അടുത്തോണ്ടിരിക്കുന്നത് നോക്കാം. NOT കിക്കിനെ നോക്കാം. കിക്ക് അവിടെ എത്തുന്നുണ്ടോ? കിക്ക് അവിടെ പതുക്കെ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. NOT ഗ്രിഫിൻ അവിടെ എത്തിയിട്ടുണ്ട്. NOT ഗ്രിഫിനും അവിടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ടുമായിട്ട് NOT പോയിസന് സപ്പോർട്ടുമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലൂട്ടിങ്ങിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആഷസ് ബ്രോ 8x किलमोंगर नहीं है चंदू, इसमें 8x का कोई भी नहीं है. 10:30 बजे का रूम में है 8x. ടീം ഒറാക്കിൾ ആദ്യം തന്നെ ഫിനിഷ് ആയിരുന്നു ബ്രോ. ബ്ലൈൻഡ് ടീമുമായിട്ടുള്ള ഫൈറ്റിൽ ഒറാക്കിൾ അവിടെ ഫിനിഷ് ആയിരുന്നു. അപ്പോൾ എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആഷസ് മെട്രിക്സിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഷസ് മെട്രിക്സ് കൂടെ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് പതുക്കെ കയറി വരുന്നുണ്ട് പോച്ചിങ് ഏരിയയിലേക്ക്. പോച്ചിങ്ങിലെ ഓക്കെ, എനിക്കൊന്ന് എൻ്റെ പള്ളി ഏരിയയിലാണോ ഇവിടെ ആണോ ഫേവർ ചെയ്യുന്നത് നോക്കാം. എക്സ്കൾസിലെ മെമ്പേഴ്സ് എന്തായാലും ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നോക്കുവാണെങ്കിൽ ഇനി ഫൈറ്റുകളൊന്നും നടന്നില്ല. G10ലെ മെമ്പേഴ്സ് ടീം SBAയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട് G10ലെ മെമ്പേഴ്സ് അവിടെ എത്തിക്കൊണ്ടിരിപ്പുണ്ട്. SBAയുമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുമെന്ന് അറിയത്തില്ല. SBA ടീം മെമ്പേഴ്സിനെതിരെ G10 ഷസാമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. തൊട്ട് ബാക്കിൽ ആരെയാണ് കണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും G10 മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. SBAയുടെ അടുത്തൂടെ പോയിട്ടുണ്ട്. SBA സെൽബിയുടെ ഒക്കെ അവിടെ ജെയിംസ് ബോണ്ടിനെ വെല്ലുന്ന രീതിയിലുള്ള ഫൈറ്റിംഗ് ആണ് നടക്കുന്നത്. നമ്മുടെ G10 കോളനിക്ക് അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. കോളനി അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. കോളനീനെ അവിടെ സ്പോട്ട് ചെയ്ത് SBA മെമ്പേഴ്സ് ഡൗൺ ചെയ്ത് എന്തായാലും വണ്ടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. വണ്ടി പൊട്ടിച്ച് ഇനി ബാക്കി മെമ്പേഴ്സ് എത്തുമെന്ന് അറിയത്തില്ല. ബാക്കി മെമ്പേഴ്സിനെ നോക്കാം. ഷെൽബിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷെൽബിയൊക്കെ അവിടെ റൊട്ടേറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഫൈറ്റിൽ നിന്ന് നമ്മുടെ ഡാർവിൻ അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഷസാം അവിടെ നല്ല രീതിയിൽ ഡൗൺ ആണ്. അപ്പം മെഡിക്കേറ്റൊക്കെ എടുത്ത് ഡാർവിൻ അവിടെ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് വണ്ടിയൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. നമ്മുടെ ഡാർവിനെ അവിടെ G10ലെ കോളനീനെ അവിടെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. SBA ഷെൽബിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഷെൽബി അവിടെ
ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ SBA മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ പൊരുതിക്കൊണ്ടിരിക്കുന്നു. SBA OMR ആൻഡ് SBA SOS ബോസ് എന്നിവരവിടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. SBA ബോസിനെ നോക്കാം, ബോസ് അവിടെ പതുക്കെ കയറി ഷസാമിനെയൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഷസാം അവിടെ കോളനീനെ റിവൈവ് ചെയ്യാൻ ചെയ്ത് ഡാർവിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാനുള്ള ശ്രമത്തിൽ കേരള ജാഗോപി ആൻഡ് DX തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. കേരള ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോകാം. കേരള ടീം മെമ്പേഴ്സ് അവിടെ DXുമായിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ദൂരെ ഹാവക്കിലെ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹാവക്കിലെ ഗോസ്റ്റിനൊക്കെ അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹാവക് ഗോസ്റ്റ് അവിടെ തിരിച്ച് നമ്മുടെ സോണിക്കിനൊക്കെ നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ട്. SBAKയും അവിടെ G10 ഷെൽബിയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം ഹാവക് കിങ് കേരള കിങ് അവിടെ കയറി വരുന്നുണ്ട്. കേരള കിങ് അവിടെ ഓപ്പണിൽ കയറി വരുന്നുണ്ട്. കേരളയിലെ മെമ്പറിനെ ഡൗൺ ചെയ്തു. ബ്ലൗൺ കൈബോയ് അവിടെ ഫെയ്ത്ത് റോളക്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള മെമ്പേഴ്സ് ആയിട്ടുള്ള ഫൈറ്റ് ഫിനിഷായോ? ഇല്ല. സ്കൈ റിപ്പറും എപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. സ്കൈ റിപ്പർ റൊട്ടേഷൻ എടുത്ത് ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാവക് ടീമിൻ്റെ അടുത്ത്. അപ്പോൾ ഹാവക് ടീമിൻ്റെ ബാക്കിൽ ചെന്നടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഹാവക് ടീം അവിടെ കവറിൽ നിൽക്കുകയാണ്. തൊട്ടടുത്ത് ഹാവക്കിലെ മെമ്പേഴ്സിനെ ഓരോന്ന് സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ 2 മെമ്പേഴ്സ് അവിടെ നമ്മുടെ DKX പാപ്പി അവിടെ ഡൗൺ ആയിട്ടിരിക്കുന്നു. നമ്മുടെ G10 ഷെസാൻ അവിടെ G10ലെ മെമ്പേഴ്സ് ആൻഡ് SBA തമ്മിലുള്ള ഫൈറ്റ് എന്തായെന്ന് നോക്കാം. നമ്മുടെ ഡാർവിനൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ഷെസാം അവിടെ ഇപ്പോഴുണ്ട്, നമ്മുടെ റിവൈവ് ആയിട്ടുണ്ട്. SBAയിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. നീഡുകളും കാര്യങ്ങളും എടുത്തിടുന്നുണ്ട്. നമ്മുടെ എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്തിട്ട് SBA SOS അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. നമ്മുടെ ഷെസാമിൻ്റെ അടുത്ത് എക്സ്കൾസിലെ മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. എക്സ്കൾസിലെ APK ക്രേസി ഒക്കെ അവിടെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷെസാമിനെ സ്പോട്ട് ചെയ്ത് നമ്മുടെ G10 കോളനീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കോളനീനെ ഫയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോളനീനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത്. എന്നാൽ G10 ഷെസാം തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഷെസാം ഇത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഷെസാമിനെ നോക്കാം. ഷെസാം ഒരു കോണി കൂടെ നിൽക്കുന്നേ ഉള്ളൂ. ഷെസാം ഇതെല്ലാം കണ്ടവിടെ കിടക്കുന്നു. ഷെസാമിന് ഇതൊന്നും ബാധകമല്ലെന്ന് തോന്നുന്നു. ഷെസാം ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ തൊട്ടപ്പുറത്ത് ഫൈറ്റ് എടുക്കാതെ സേഫ് ആയിട്ട് നിൽക്കുകയാണ്. G10ലെ മെമ്പേഴ്സ് അവിടെ ദൂരെ നിന്ന് SBA ടീം മെമ്പേഴ്സ് അവിടെ തേർഡ് പാർട്ടി അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. SBA SOS അവിടെ ഡാർവിൻ്റെ വീണ്ടും ഡൗൺ ചെയ്തിട്ടുണ്ട്. NOT ഗ്രിഫിൻ LMXുമായിട്ടുള്ള ഫൈറ്റ് എടുക്കുന്നു. LMX ടീമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. LMXിലെ മെമ്പേഴ്സ് അവിടെ ഓരോന്നായിട്ട് ഡൗൺ ആവുന്നുണ്ട്. LMXിൻ്റെ ഫൈറ്റ് എവിടെ നടക്കുന്നതെന്ന് നോക്കണം. എവിടെ LMX എവിടെ? LMXിനെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തോ? ഈ ബാക്കി ഫൈറ്റുകളൊക്കെ എവിടെ നടക്കുന്നു? ഓക്കെ, NOT ടീം മെമ്പേഴ്സിന് NOT ഗ്രിഫിൻ അവിടെ നിന്നുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 3 ടീം മെമ്പേഴ്സ് അവിടെ ഉണ്ട്. അതാണ് ഇവിടെ നമുക്ക് കാണാതെ പോയത്. അപ്പോൾ 3 ടീം മെമ്പേഴ്സ് LMX ടീം ബ്ലൈൻഡ് ടീം എല്ലാം അവിടെ തൊട്ടടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ LMXിലെ ബെർലിൻ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ വീറൂസ് അവിടെ ഡൗൺ ആയിട്ടില്ല. ബ്ലൈൻഡിലെ കൗബോയ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ NOT ഗ്രിഫിൻ അവിടെ നിൽപ്പുണ്ട്. NOT മെമ്പേഴ്സ് അവിടെ സൈക്കോനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്പൈക്കോയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ഗ്രിഫിൻ അവിടെ പതുക്കെ കയറി നിന്ന് സൈക്കോനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈക്കോയും ഡൗൺ ആയിട്ടുണ്ട്. NOT ഗ്രിഫിൻ അവിടെ സൈക്കോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ LMX സൈക്കോയുടെ കില്ല് അവിടെ കൺഫേം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ബീറൂസ് അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബീറൂസിനെ നോക്കാം. ബീറൂസ് അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും NOT ഗ്രിഫിനെ അവിടെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഗ്രിഫിൻ്റെ അടുത്ത് എന്താണെങ്കിലും നീഡുകളും കാര്യങ്ങളൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. ഗ്രിഫിന് അത്യാവശ്യം ഡാമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ നീഡുകളിൽ നിന്ന് ഗ്രിഫിൻ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഗ്രിഫിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിരിച്ച് ഫയറൊന്നും കൊടുക്കുന്നില്ല നമ്മുടെ ബീറൂസ് ഇതെല്ലാം സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഫയർ കൊടുക്കാൻ സാധിച്ചേനെ. അപ്പോൾ എന്തായാലും സോൺ വീണ്ടും ഫോം ആയേക്കുന്നുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സിന് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. G10 മെമ്പേഴ്സിനും SBA മെമ്പേഴ്സിനും എക്സ്കൾസിനും എല്ലാം സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് പതുക്കെ വണ്ടി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. സോണിൽ പോകാനുള്ള പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ആ ഫൈറ്റിൽ നിന്ന് മാറി സോണിലേക്ക് പോകാനുള്ള ശ്രമത്തിൽ അതും അപ്പം ഹാവക് ആൻഡ് കേരള ടീമിൻ്റെ ഫൈറ്റ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് G10ലെ ഷെസാമിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ ഒരു കില്ലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. LX മെമ്പേഴ്സ് പതുക്കെ സോണിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ വാർഗോഡിലെ മെർമനെ അവിടെ സ്പോട്ട് ചെയ്യുന്ന അറിയത്തില്ല. മെർമൻ അവിടെ തൊട്ടടുത്തോടെ ബൈക്കിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. LX മെമ്പേഴ്സ് അവിടെ കട്ട ഫയറിങ് മുന്നേ LMXിലെ മെർമനെ അവിടെ സ്പോട്ട് ചെയ്ത് മെർമൻ്റെ പുറകെ ഒരു ചേസിംഗ് ആണ് LX ടീം മെമ്പേഴ്സ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും LX ടീമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് പോകുന്നുണ്ട്. 3-4 വണ്ടികളിലൊക്കെ ആയിട്ട് മെമ്പേഴ്സിനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും കട്ട ഫയറിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്ലൈൻഡിലെ കൗബോയ് അവിടെ തിരിച്ച് റൊട്ടേറ്റ് ഫയർ കൊടുക്കുന്നുണ്ട്. കൗണ്ടർ ഫയർ കേൾക്കുന്നുണ്ടായിരുന്നു. ടീം നമ്മുടെ കേരള ബ്ലൈൻഡ് ടീം കയറി ചെല്ലുന്ന കേരള ടീമിൻ്റെ അടുത്തേക്കാണ്. കേരള ബ്ലൈൻഡ് ജാഗോപ്പിയുടെ അടുത്തേക്കാണ് തോന്നുന്നു കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡിലെ ഡെഡ് ഷോട്ടൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ ബാക്കി മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇടിച്ച് സൂപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. ബ്ലൈൻഡിലെ ഡെഡ് ഷോട്ട് അവിടെ മനോഹരമായിട്ട് കൗബോയുടെ വണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. കൗബോയ് അവിടെ വണ്ടി പൊട്ടി ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ കേരള ടീം മെമ്പേഴ്സ് ആൻഡ് ബ്ലൈൻഡ് ടീം തമ്മിലുള്ള ഫൈറ്റാണ്. കട്ട ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ കട്ടയ്ക്ക് തിരിച്ചു. LXിലെ മെമ്പേഴ്സ് അവിടെ ബാക്കിൽ കൂടെ തേർഡ് പാർട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നു. LXിലെ മെമ്പേഴ്സ് തൊട്ട് ബാക്കി എടുത്ത് ബ്ലൈൻഡ് ടീമിനെ മൊത്തത്തിൽ തേർഡ് പാർട്ടി അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ LXിലെ ഹൂളിഗൻ അവിടെ ഡൗൺ ആണ്. LXിലെ സ്നൈപ്സ് അവിടെ ഡൗൺ ആണെന്ന് തോന്നുന്നു. സ്നൈപ്സിനെ നോക്കാം. ഓക്കെ, സ്നൈപ്സ് അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LXിലെ ARL അവിടെ ഡൗൺ ആയിരുന്നു. അപ്പോൾ ARLനെ അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ LXിലെ ഹൂളിഗൻ അവിടെ ഓൾറെഡി റിവൈവ് ആയിട്ടുണ്ട്. കേരള ടീം പതുക്കെ സോണിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ LX നമ്മുടെ ടീം SBA ടീമിൻ്റെ ഫൈറ്റ് ഹാവക് ടീമുമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു.
എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സിന് അവിടെ ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചിട്ടിരിക്കുന്നത്. എക്സ്കൾസിലെ ആഷിക്കൊക്കെ അവിടെ രക്ഷപ്പെട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു കവറിലെത്തിയിട്ടുണ്ട്. എക്സ്കൾസിലെ ആഷിക്കൊക്കെ അവിടെ അത്യാവശ്യം നല്ല കവറിലെത്തിയിട്ടുണ്ട്. ഹാവക് ടീമിനെ നോക്കാം. ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ ഓരോന്നായിട്ട് ഡൗൺ ആണ്. ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. നമ്മുടെ SBI ടീം മെമ്പേഴ്സിനെ ഞാൻ തോന്നുന്നു ഫിനിഷ് ചെയ്ത് SB ടീം മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ട് ഹാവക്ക് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. LMX ബീറൂസ് അവസാനം NOT ഗ്രിഫിങ്ങിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. LMX ടീം മെമ്പേഴ്സും പതുക്കെ സോണിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള ടീമിൻ്റെ അടുത്ത് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളയിലെ ജാഗോപ്പി ഇപ്പോഴും ഓപ്പണിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജാഗോപ്പിനെ നോക്കാം. ജാഗോപ്പി അവിടെ NOT ടീമിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ NOT ഗ്രിഫിനെ അവിടെ കണ്ട് NOT ഹൂളിഗനെ LXലെ മെമ്പേഴ്സിനെയാണ്. LMX ടീം മെമ്പേഴ്സ് അവിടെ തേർഡ് പാർട്ടി അടിക്കാൻ ശ്രമിക്കുന്നത്. LMX ടീം മെമ്പേഴ്സ് അവിടെ എത്തുന്നുണ്ട്. LMX ടീം മെമ്പേഴ്സ് അവിടെ നേരെ ചെല്ലുന്നുണ്ട്. അപ്പോൾ എഡ്ഗർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. എന്തായാലും എഡ്ഗറിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബീറൂസ് ഇപ്പോഴും അവിടെ എത്തിയിട്ടുണ്ട്. ബീറൂസ് അവിടെ സോൺ ഔട്ടാണ്. സോൺ ഔട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോണിൻ്റെ വെളിയിൽ നിന്ന് പതുക്കെ ബീറൂസിനെ വിളിക്കാറുണ്ടായിട്ടുണ്ട്. LXലെ 2 മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. LXലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ വണ്ടിയൊക്കെ പൊട്ടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ വണ്ടി എന്തായാലും സോണിൽ കയറുന്ന ഏത് രീതിയിലായിരിക്കുന്നത് അറിയത്തില്ല. അപ്പോൾ പതുക്കെ നമ്മുടെ കേരള ടീമിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബീറൂസ്. അപ്പോൾ ബീറൂസിന് അത്യാവശ്യം നല്ല ഡാമേജ് തന്നെ കിട്ടിക്കൊണ്ടിരിപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പം ബീറൂസ് നല്ലൊരു ഷാക്കിൽ കവർ എടുത്തിട്ടുണ്ട്. കേരള മെമ്പേഴ്സ് അവിടെ കട്ടയ്ക്ക് ഫയൽ. എക്സ്കൾസിലെ ഫ്രീക്ക് അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്യുന്നുണ്ട്. കേരള സോണിക്കിനെ ഞാൻ തോന്നുന്നു എക്സ്കൾസിലെ ഫ്രീക്ക് M24 വെച്ച് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം M24 വെച്ച് അവിടെ ഡൗൺ ചെയ്തതിന് ശേഷം റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ വാർഗോഡ് മെർമൻ അവിടെ ഒറ്റയ്ക്ക് വണ്ടിയൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. വാർഗോഡ് മെർമൻ അവിടെ വണ്ടി എടുത്ത് കയറി പോകാനുള്ള ശ്രമത്തിലാണ്. കേരള ടീമിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിട്ടിരിക്കുക. കേരള സോണിക്ക് അവിടെ LMXലെ ബീറൂസിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ലിക്വിഡ് എന്തായാലും വണ്ടികളൊക്കെ ഇഷ്ടംമാതിരി പൊട്ടിയിട്ടുണ്ട്. എക്സ്കൾസ് മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിന്ന് SN4 മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. SN4 കേരള ടീമിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. കേരള ടീമുമായിട്ടൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. SN4ലെ മെമ്പേഴ്സ് കേരള ലിക്വിഡ് അവിടെ ഇപ്പോഴും ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കേരള ജാഗോപ്പി അവിടെ കട്ടയ്ക്ക് ഫയർ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ കേരള സോണിക്കിനെ നോക്കാം. സോണിക്ക് ഒരു കോണി എന്ന ഫയറിംഗ് ആണ്. നമ്മുടെ ആരാണ് LMX ബീറൂസിനെതിരെയാണ്. LXലെ ARLനെ അവിടെ സ്പോട്ട് ചെയ്ത് കേരള ജാഗോപ്പി അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജാഗോപ്പിനെ നോക്കുകയാണെങ്കിൽ LXലെ മെമ്പേഴ്സിനെ ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തില്ല. ജാഗിന് അവിടെ പ്രോപ്പർലി കവറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ മാക്സിമം ഫയറിങ്ങിലാണ്. ലിക്വിഡ് അവിടെ LXലെ ബാക്കി മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. LX സ്നൈപ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സ്പൈൻസിനെതിരെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. LXലെ ARL അവിടെ റിവൈവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് നമ്മുടെ സ്നൈപ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്കൈ റീപ്പർ അവിടെ മനോഹരമായിട്ട് തന്നെ പൊരുതുന്നു. അപ്പം വലിയ കില്ലുകളും കാര്യങ്ങളൊന്നും ഇല്ല. എക്സ്കൾസിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് ബാക്കിൽ കൂടെ ഹാവക്കിലെ മെമ്പേഴ്സ് ആൻഡ് SN4 തമ്മിലുള്ള ഫൈറ്റ് എടുക്കുന്നു. ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ കേരള കിങ് ഒക്കെ അവിടെ കയറി വരുന്നുണ്ട്. കേരള ടീമിനൊക്കെ സ്പോട്ട് ചെയ്ത് അവിടെ ഫയർ എടുക്കാൻ ശ്രമിച്ചു. വെനം അവിടെ ഡൗൺ ആയിട്ടുണ്ട്. കേരള കിങ് സ്പ്രേയിൽ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അവിടെ SNP ബ്ലോപ്പ് അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുമോ, കേരള കിങ്ങിനെ അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുമോ എന്നറിയത്തില്ല. ഹാവക്കിലെ ഗോസ്റ്റ് അവിടെ ഡൗൺ ആണ്. ഹാവക്കിലെ 2 മെമ്പേഴ്സ്, കേരള കിങ് മാത്രം ഇപ്പോൾ ലൈവായിട്ടുള്ളൂ. ഗോസ്റ്റ് അവിടെ ഓൾറെഡി ഡൗൺ ആണ്. ഗോസ്റ്റിനെ റിവൈവ്. എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ ഹാവക്കിന് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി വന്നിട്ടുണ്ട്. എക്സ്കൾസ് ആൻഡ് കേരള കിങ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. കേരള കിങ്ങിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. സൽമാൻ അവിടെ കയറി വരുന്നുണ്ട്. സൽമാനെതിരെ ഫയർ കൊടുക്കാൻ സ്മോക്ക് എറിഞ്ഞിട്ടുണ്ട്. അവിടെ എന്തായാലും കേരള കിങ്ങിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. എക്സ്കൾസിലെ ബാക്കി SN4 അവിടെ എക്സ്കൾസുമായിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്കൾസിലെ ബാക്കി APK ക്രേസി അവിടെ ഓൾറെഡി ഡൗൺ ആണ്. ആഷിക്കിനെ നോക്കാം. ആഷിക്ക് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. SN4 ഫൈറ്റ് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കേരള ലിക്വിഡൊക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഷിക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആഷിക്ക് അവിടെ നെറ്റ് പോയി നിൽക്കുകയാണെന്നും അറിയത്തില്ല. അപ്പോൾ SN4 ബാക്കി മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നത്. എക്സ്കൾസിലെ സൽമാൻ അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി 4 ടീമുകളിലായിട്ട് 12 മെമ്പേഴ്സാണ് ഗൈസ് ലൈവായിട്ടുള്ള. വാർഗോഡ് മെമ്പേഴ്സ് ആൻഡ് കേരള ടീം മെമ്പേഴ്സ് വാർഗോഡിലെ മെർമനെ നോക്കട്ടെ. മെർമൻ ഇവിടെ എത്തി. മെർമൻ നല്ലൊരു കവറിലെത്തിയിട്ടുണ്ട്. അവസാനം ഓടി വാർഗോഡ് മെർമനോടെ മനോഹരമായിട്ട് തന്നെ അവരെ 4ാം സ്ഥാനത്ത് വരെ എത്തിച്ചിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എക്സ്കൾസിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. എക്സ്കൾസിലെ ഫ്രീക്ക് അവിടെ ഡൗൺ ആണ്. SN4 അവിടെ നല്ല പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. APK ക്രേസിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഷിക്കിൻ്റെ അടുത്തേക്ക് ബിലീവറൊക്കെ അവിടെ കയറുന്നത്. ടാർഗോ അവിടെ ഡൗൺ ആണ്. SN4 ടാർഗേറിയനെ ഇന്ന് കണ്ടിട്ടില്ല നമ്മൾ. വെനം അവിടെ കയറി ചെല്ലുന്നുണ്ട്. വെനം അവിടെ സൽമാൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. സൽമാനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഊസിയൊക്കെ വെച്ച് സ്പ്രേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൽമാൻ്റെ അടുത്തേക്ക് പതുക്കെ ഓടി ചെന്നുകൊണ്ടിരിക്കുകയാണ്. സൽമാനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമം. സൽമാനെതിരെ ഫയർ കൊടുത്തത്. സൽമാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്.